5-നുള്ള ഗസറ്റാണ്. അതില് ഹിന്ദു നാടാർ ജാതി മാറെ ലാത്തിൻ കത്തോലിക്ക ആവുന്നു. ഹിന്ദു നാടാർക്ക് ക്രിസ്ത്യാനി ആവാം. പക്ഷെ ഹിന്ദു നാടാർക്ക് എങ്ങനെ ഡയറക്റ്റ് വേറൊരു ജാതിയിലേക്ക് പോകാൻ കഴിയും? ഇത് ഈ ആഗസ്റ്റ് 5-നുള്ള ജീവമാണ്. ഇത് ഒരുപാട് ഉത്തരവുണ്ട്, അതേപോലെ നിരവധിയുണ്ട് ഈ മാസങ്ങളിൽ. ഏകദേശം ഈ നെയ്യാറ്റിൻകര കാട്ടാക്കട മേഖലകളിലൊക്കെ ഏകദേശം 2 ലക്ഷത്തോളം ആളുകൾ ഇങ്ങനെ മാറ്റിയിട്ടുണ്ട്. ഇപ്പൊ കടലോരത്തിലെ മത്സ്യത്തൊഴിലാളികളെ മക്കൾക്ക് കിട്ടേണ്ട ആനുകൂല്യം, സംവരണം, അതെല്ലാം അവർക്ക് നഷ്ടപ്പെട്ട് ഈ മേഖലയിലെ ഈ ഏറ്റവും കൂടുതൽ നാടാർ വിഭാഗത്തിനാണ് അത് കിട്ടുന്നത്. സാമൂഹ്യ നീതിയുടെ പേരിലാണ് ഞങ്ങൾ നാടാർ സംഘടനകൾ രംഗത്ത് വന്നത്. നാടാർക്ക് പ്രത്യേക സംവരണമുണ്ട്. ഇതെന്തിനാണ് മാറണമെന്ന് ചോദിച്ചാൽ, ഈ നാടാർ ഹിന്ദു ആയിട്ടിരുന്നാൽ 1% സംവരണമുള്ളൂ. ബിഷപ്പിന്റെ കത്തും വായിച്ച് ലാത്തിൻ കത്തോലിക്ക ആവണതോടുകൂടി 4% സംവരണം കിട്ടും. 1-ൽ നിന്ന് 4-ലേക്കുള്ള ചാട്ടമാണ് ഇപ്പൊ നടന്നുകൊണ്ടിരിക്കുന്നത്. പ്രലോഭിച്ചാണ് ഈ ആളുകളെ കൊണ്ടുപോകുന്നത്. 1% നാടാരെ ഈ ബിഷപ്പുമാരും അവരുടെ ആളുകളും ഒക്കെ നിങ്ങൾക്ക് 4% സംവരണം തരാം, പള്ളിയിൽ വാ എന്ന് പറഞ്ഞ് വിളിച്ച് അവിടെ നിന്ന് കത്തും വാങ്ങിച്ചു കൊടുത്ത് കൃത്രിമ രേഖകൾ സൃഷ്ടിച്ചുകൊണ്ട് കേരളം ഞെട്ടുന്ന രീതിയിലുള്ള കുറ്റങ്ങളാണ് അവർ ചെയ്യുന്നത്. ഇവിടെ സാധാരണ ഇന്ത്യ ഭരണഘടന അനുസരിച്ച് എല്ലാവർക്കും തുല്യം എന്ന് പറയുന്ന സമയത്ത് ഈ ബിഷപ്പ് ചെയ്യുന്ന ഇത്തിരി വലിയ കുറ്റത്തിനെതിരെ ഒരു രാഷ്ട്രീയക്കാരനും രംഗത്ത് വരണില്ല. ഒരു അത്യാവശ്യം ഒരു ചെറിയ വിഷയമാണെങ്കിലും ഭയങ്കരമായിട്ട് കേരളത്തിലെ ചാനലുകളൊക്കെ സജീവമാണെങ്കിലും പക്ഷെ ബിഷപ്പ് എന്ന് പറഞ്ഞപ്പോൾ അത്ര സജീവമല്ല എന്നുള്ളതാണ് എനിക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. ഈ കുറ്റവാളിയെ അറസ്റ്റ് ചെയ്യാനും നടപടി സ്വീകരിക്കാനും അത് നടപടി എടുക്കണമെന്നുള്ളതാണ് ആവശ്യം. അതിനുള്ള സർവ്വ രേഖകൾ ഞങ്ങളിലുണ്ട്.